പാർലമെൻറ്റിലെ വലിയ പ്രക്ഷോഭം എന്നത് മാത്രമല്ല, കേരളത്തിലും വലിയ രീതിയിൽ പ്രതിഷേധം, അംബേദ്കർക്കെതിരായ വാക്കുകൾക്കെതിരെ വലിയ പ്രക്ഷോഭമാണ്. ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അത് കേരള ഘടകത്തിൻ്റെ CPIM കേരള ഘടകത്തിൻ്റെ ആ വിയോജിപ്പ് അമിത്ഷായോടുള്ളത് അറിയിച്ചു. അത് മാത്രമല്ല, അത്തരം കാര്യങ്ങളൊക്കെ ഉയർകൊള്ളുന്നത് സംഘ് പരിവാറിൻ്റെ ആശയത്തിൽ നിന്നാണ്. ആ സംഘ് പരിവാറിൻ്റെ ആചാര്യനായ ഗോൾവൽക്കറിൻ്റെ മുമ്പിൽ തിരികത്തിച്ച് കോൺഗ്രസ്സുകാരനായ VD സതീശനെ കുറിച്ചും എം വി ഗോവിന്ദൻ പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു സമഗ്രത്തിലേക്കൊന്ന് പോയാലോ? തീർച്ചയായും. ഒപ്പം തന്നെ അദ്ദേഹം മറ്റു ചില വിഷയങ്ങളിൽ കൂടി പ്രതികരിക്കുന്നുണ്ട്. ആമുഖത്തിൽ അതും കൂടി പറയാമല്ലേ? അത് കരുവന്നൂരുമായി ബന്ധപ്പെട്ടാണ്. തുടർച്ചയായി കോടതികളിൽ നിന്നും ED തിരിച്ചടികൾ നേരിടുന്നത് നമ്മൾ കണ്ടതാണ് കരുവന്നൂർ കേസിൽ. അപ്പോൾ ആ കരുവന്നൂർ കേസ് രാഷ്ട്രീയ പകപോക്കലാണ് CPIM-നോടുള്ളത്. അതിന് ചില മാധ്യമങ്ങൾ കൂടി EDക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. അത് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. കാരണം എന്താണെന്നറിയാമോ, ഈ ED CPIM-നെ പ്രതി ചേർക്കാനായുള്ള രാഷ്ട്രീയ വൈരാഗ്യം കാട്ടുമ്പോൾ, ഇപ്പോൾ അരവിന്ദാക്ഷൻ്റെ അടക്കമുള്ള വിഷയങ്ങൾ എത്തുമ്പോൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുക. പക്ഷേ EDയുടെ ആ നടപടി തെറ്റാണെന്ന് കോടതിയിൽ EDക്ക് തിരിച്ചടിയിൽ കിട്ടുമ്പോൾ ആ വാർത്ത ഉള്ളിൽ അപ്രധാന സ്ഥലങ്ങളിൽ കൊടുക്കുക. അങ്ങനെ ഒരു മാധ്യമത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ബോധപൂർവമായ തെരഞ്ഞെടുപ്പ്, അതിനെ സംബന്ധിച്ച് എം വി ഗോവിന്ദൻ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. അതെ, അദ്ദേഹത്തിൻ്റെ പ്രതികരണമടങ്ങിയ ആ റിപ്പോർട്ടിലേക്ക്. ഡോക്ടർ BR അംബേദ്കർക്കെതിരായ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പരാമർശത്തെ കേവലമായ ഒരു വാക്കിന്റെ പിഴവോ ഒരു വ്യക്തിയുടെ പോരായ്മയായോ മാത്രം വിലയിരുത്തേണ്ട ഒന്നല്ല. പരിഹാസ്യമായ നിലപാടാണ് പട്ടികജാതി പട്ടികവർഗ അവർണരായ ആളുകളോട് BJP സ്വീകരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. ഡോക്ടർ അംബേദ്കർക്കെതിരായി അമിത്ഷാ നടത്തിയുള്ള പരാമർശങ്ങൾ കേവലമായ ഒരു വാക്കിന്റെ പിഴവോ ഏതെങ്കിലും വ്യക്തിയുടെ പോരായ്മയോ ആയി വിലയിരുത്തേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മന്ത്രിസ്ഥാനത്തിരിക്കാൻ അർഹതയില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പട്ടികജാതി പട്ടികവർഗം മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങൾ അവർ യഥാർത്ഥത്തിൽ മനുഷ്യനായി പരിഗണിക്കുക എന്നതുപോലും ഇവർക്ക് ഒരു തരത്തിലും സങ്കല്പിക്കാൻ പോലും സാധിക്കുന്ന ഒന്നല്ല. അവർണ ജനവിഭാഗങ്ങളോടും ഇവർ സ്വീകരിക്കുന്നത് നമുക്കറിയാം. ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതിലൂടെ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വം മനസ്സിലാകുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. കരുവന്നൂർ കേസിൽ പാർട്ടി എന്തോ കളവ് വരുത്തിയെന്ന് വരുത്തി തീർക്കാനാണ് EDയും ഒരു വിഭാഗം മാധ്യമങ്ങളും ശ്രമിച്ചതെന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. PR അരവിന്ദാക്ഷനെ കേസിൽ പ്രതിയായി കഴിഞ്ഞ 15 മാസം അദ്ദേഹത്തിന് ജാമ്യം പോലും കൊടുക്കാതെ ജയിലിൽ കിടക്കുകയായിരുന്നു. ഞാൻ എല്ലാ സമയവും പറയുന്നത് പോലെ നിങ്ങളുടെ വർഗപരമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുന്ന EDയെ സംരക്ഷിക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചത്. പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടത്താൻ ഉപയോഗിച്ച ഒരു പേരും ഒരു കേസുമായിരുന്നു അരവിന്ദാക്ഷൻ്റെയും അതുപോലെ തന്നെ കരുവന്നൂർ കേസ് എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. NCPയിലെ മന്ത്രിസ്ഥാന വിഷയത്തിൽ CPIM ആരെയും നിലപാട് അറിയിച്ചിട്ടില്ല. മന്ത്രി ആരാകണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടതെന്നും പാർട്ടിക്ക് മുന്നിൽ അക്കാര്യങ്ങളൊന്നുമില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. മെക് 7 വിഷയത്തിൽ ഏതെങ്കിലും ആളുകൾ കായികമായ പരിശീലനം നടത്തുന്നതിനെയൊന്നും പാർട്ടി തെറ്റായി കാണുന്നില്ലെന്നും ഇതാണ് പാർട്ടിയുടെ നിലപാടെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.